വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്ന് പറയുന്നത് എനിക്കുള്ള എൻ്റെ സാരി കളക്ഷൻസ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താമെന്ന് കരുതി. അപ്പം ഈ വീഡിയോ തീർച്ചയായും ഞാൻ സാരി ലവേഴ്സിന് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അപ്പോൾ സാരി ഇഷ്ടമുള്ളവർക്ക് ഇപ്പോൾ സാരീസ് കാണാൻ ഒരുപാട് ഇഷ്ടമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണണം. അപ്പോൾ എൻ്റെ കയ്യിലുള്ള സാരിയാണ്. അപ്പോൾ അതിന് എക്സ്പെൻസീവ് സാരി എന്നല്ല, എനിക്ക് അഫോർഡബിൾ ആയിട്ടുള്ള സാരീസാണ്. അപ്പോൾ കണ്ടു നോക്കാം. അപ്പോൾ ആദ്യം തന്നെ കാണിക്കുന്നത് എൻ്റെ കല്യാണ സാരിയാണ്. ഇതൊരു റെഡ് ചില്ലി സാരി ആയിരുന്നു. ഇത് എൻ്റെ ഫസ്റ്റ് ഉടുത്ത സാരി ആയിരുന്നു. ഇതിൽ ഫുൾ സ്റ്റോൺസ് ഒക്കെ ഉള്ള സാരിയാണ്. ബ്ലൗസിലും അതേ കണക്ക് സ്റ്റോൺസ് ഒക്കെ വരുന്ന ഒരു റെഡ് ചില്ലിയിൽ വരുന്ന ഒരു സാരിയാണ്. ഇതിൽ കണ്ടില്ലേ, ഒരു സ്മാൾ ഡോട്ട്സ് കണക്കാണ് ഇത് വരുന്നത്. ഒരു ടെമ്പിൾ ഡിസൈൻ കണക്ക് ആണ് വരുന്നത്. ഈ സെയിം തന്നെയാണ് ഇവിടെ നിന്ന് കൊണ്ടുവന്ന ഏകദേശം സ്റ്റോൺ സാരിയാണ്. പിന്നെ ഇതിൻ്റെ ബോർഡറിൽ ഇതാ ഇങ്ങനത്തെ ഒരു ഡിസൈൻ കൂടെ പോകുന്നുണ്ട്. ഇത് ഇങ്ങനത്തെയാണ്. ഇതൊരു പിങ്ക് ആണ്, ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു പിങ്ക് സാരി ആയിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കല്യാണ സാരി. ഇതാണ് ഫാൻസി സാരിയാണ്. ഇത് കണ്ടിട്ട് ഇത് ജോർജറ്റ് ആണെന്ന് തോന്നുന്നു. അപ്പം നല്ല ഹെവി ആയിട്ട് വർക്കുള്ള സാരിയായിരുന്നു. അന്ന് ഞാൻ ഉടുത്ത് നിന്നപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഞാൻ ഇത് ഉടുത്തിട്ടില്ല. ഭയങ്കര കളറാണ്. ഇതെനിക്ക് ഉടുക്കണമെന്നുണ്ട്, പക്ഷെ എവിടെ ഉടുക്കണമെന്ന് അറിയത്തില്ല. ആ ഒരു രീതിയിലിരിക്കുകയാണ്. ഭയങ്കര കളറാണ്, ബ്രൈറ്റാണ്, ഒരുപാട് ബ്രൈറ്റാണ്. പക്ഷെ ഗ്രാൻഡ് ലുക്കാണ് ഈ ഒരു ഇത് ലേസ്. ഈ ഒരു ലേസ് കാരണം ഒരു ഗ്രാൻഡ് ലുക്കൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ ഇവിടെ വന്നപ്പോഴത്തേക്കും, കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്നപ്പോഴത്തേക്കും ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് സാരീസ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അക്കൂട്ടത്തിലെ സാരിയാണ് ഈ കാണുന്ന ഒരു സാരി. ഇതും വളരെ ഭംഗിയുള്ള ഒരു ബ്യൂട്ടിഫുൾ സാരിയാണ്. മെറൂൺ കളറായിരുന്നു. അതുപോലെ വാങ്ങിച്ചു വെച്ച മറ്റൊരു സാരിയായിരുന്നു ഇതൊരു പീച്ച് കളർ സോഫ്റ്റ് കോട്ടൺ. അപ്പോൾ ഇത് ഞാൻ മിക്കവരെയും ഈ സാരി കണ്ടിട്ടുണ്ട്. ഞാൻ ഉടുത്തിട്ടുമുണ്ട് ഈ സാരി. ഒരുപാട് ഉടുത്തു ഈ സാരി. അത് കഴിഞ്ഞിട്ട് വരുന്ന സാരിയാണ്. ഇതൊരു ചെമ്പരത്തിയുടെ ഷെയ്ഡ് സാരിയാണ്. അടിപൊളി സാരിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാരിയാണ്. പെട്ടെന്ന് നമുക്കെടുത്ത് ഉടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു സാരിയാണ്. ചെമ്പരത്തിയുടെ ഒരു ഷെയ്ഡൊക്കെ ഇല്ലേ, ബീട്രൂട്ട് അങ്ങനെയൊക്കെ വരുന്ന ഒരു സാരിയാണ്. ഈ ഇടയ്ക്ക് വാങ്ങിച്ചതേ ഉള്ളൂ ഈ സാരി. ഇതെൻ്റെ മദർ ഇൻ ലോ വാങ്ങിച്ചു തന്ന സാരിയാണേ. ഭയങ്കര ഇഷ്ടപ്പെട്ട സാരിയാണ്. ഉടുക്കാൻ നല്ല എളുപ്പമാണ്. നല്ല പെട്ടെന്ന് എടുത്ത് ഉടുത്തോണ്ട് പോവാം ഈ സാരിയൊക്കെ. അതുപോലെ വെയിറ്റും ഇല്ല. ഞാൻ വാങ്ങിയ ഒരു സാരിയാണ് കാണിക്കുന്നത്. ഇതൊരു സോഫ്റ്റ് കോട്ടൺ സാരിയായിരുന്നു. ഇതും അതേ കണക്ക് ഉടുക്കാൻ എളുപ്പമുള്ള ഒരു സാരിയാണ്. ഞാൻ കൂടുതലും അങ്ങനെ നോക്കിയാണ് വാങ്ങിക്കുന്നത്. കാരണം ഉടുക്കാൻ പ്രയാസപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. മറ്റാരും ഇല്ല സഹായിക്കാനും. ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ ഡ്രൈപ്പ് ചെയ്യുമ്പോൾ നല്ല എളുപ്പത്തിൽ ഉടുത്തോണ്ട് പോകാൻ എനിക്ക് നല്ല ഒതുങ്ങിയിരിക്കും ഈ സാരി. നല്ല ബ്യൂട്ടിഫുൾ സാരിയാണ്. കളർ ഒരു കോഫി ബ്രൗൺ. ഇതിൻ്റെ പല്ലു വരുന്നത് ഈ നേവി ബ്ലൂ ആണ്. അപ്പം നേവി ബ്ലൂ തന്നെയാണ് ഇതിൻ്റെ ബ്ലൗസ്. ഇതൊക്കെ ഞാൻ ആദ്യമായിട്ടൊക്കെ സാരി വാങ്ങിച്ച സമയത്ത് ഉള്ളതാണ്. പീച്ച് കളറിൽ വരുന്ന സാരിയാണ്. അടിപൊളി സാരിയാണ്. ഞാൻ ഒത്തിരി ഉടുത്തിട്ടും ഉണ്ട്. എനിക്ക് തോന്നുന്നു എൻ്റെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പ്രൊഫൈൽ പിക്ചർ ഈ സാരിയായിരുന്നു. എനിക്ക് അത്ര ഫേവറേറ്റ് സാരിയാണ്. ഇത് എൻ്റെ ബ്രദർ എൻ്റെ അമ്മയ്ക്ക് വാങ്ങിക്കൊടുത്ത സാരിയാണ്. അപ്പം അമ്മ അധികം ഉടുക്കാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ എടുത്തോണ്ട് പോകുന്നു. അമ്മയ്ക്ക് ഇതേ കണക്ക് ഈ സെയിം കളർ ഒത്തിരി സാരീസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ സാരി അമ്മയുടെ കയ്യിൽ നിന്ന് അങ്ങ് വാങ്ങിച്ചു. എടുക്കുമ്പോൾ നല്ല രസമാണ്. അടിപൊളി. എനിക്ക് ഓരോ സാരിക്കും ഓരോ കമൻറ്റ് പറയാനായിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് എൻ്റെ കയ്യിൽ സാരി കിട്ടാറ് പൊതുവേ. ഇതാ ആദ്യമായിട്ട് എനിക്ക് ഇവിടെ ഹസ്ബൻഡ് വാങ്ങി തന്ന ഒരു സാരിയാണ്. ഇതൊരു ജൂട്ടിൻ്റെ സാരിയാണ്. ഫുൾ ഡൈസില്ലേ, ഡൈസ് ആണ് ഈ സാരിയിലോട്ട് പോകുന്നത്. ഇതൊരു നേവി ബ്ലൂ കളർ സാരിയാണ്. അപ്പം ഞാൻ ആദ്യമായിട്ട് സാരി ഉടുക്കാൻ പോകണമെന്ന് പറഞ്ഞപ്പോൾ വാങ്ങി തന്ന സാരിയാണ്. അപ്പം നീ ഇനി സാരി ഉടുക്കുമോ ഇല്ലെന്നൊന്നും അറിയത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി സാരി തന്നെ വാങ്ങിയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ സാരി അത് വാങ്ങി തന്നത്. എന്തായാലും ഞാൻ അതിനുശേഷം ഒരുപാട് സാരീസ് ഉടുത്തു. ഞാൻ ഉടുക്കത്തില്ല എന്ന് വിചാരിച്ചാണ് ഇങ്ങനെ ഒരു സാരി മേടിച്ചു തരുന്നത്. പക്ഷെ എനിക്കിഷ്ടമായി. പക്ഷെ ഇത് ഉടുക്കാൻ വെച്ചൊരു പ്രയാസമാണ്.
എപ്പോൾ എടുത്ത് കൊടുത്താലും ഭയങ്കര പാടുപെട്ടാണ് ഞാൻ ഉടുക്കാറ് ഈ സാരി. അടുത്ത സാരി കേട്ടോ, ഇതൊരു തമിഴ്നാട് സാരിയാണ്. ഇത് ഗ്രാൻഡ് ലുക്കൊക്കെയാണ് ഈ സാരി, ഭയങ്കര റോയൽ ലുക്കാണ് ഈ സാരി. പക്ഷേ ഇതൊരു കളറാണ്, മഞ്ഞ സെറ്റ് സാരീസ് ആണ്. അപ്പം ഇതെന്ന് പറയുന്നത് എൻ്റെ കല്യാണത്തിന് നമ്മൾ സെക്കൻഡ് സാരി ആയിട്ട് ഉടുക്കത്തില്ലേ, ആ ഒരു സെക്കൻഡ് സാരിയാണിത്. ഇതൊരു ടിഷ്യൂ സാരിയാണ് കണ്ടോ. അപ്പം എനിക്ക് ഇവിടെ നിന്ന് ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഒരു സാരിയായിരുന്നു. ഇതിന് സെയിം ബ്ലൗസ് തന്നെയായിരുന്നു ഇത് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തത്. അടിപൊളി സാരിയായിരുന്നു കേട്ടോ, നല്ല ലാസ്റ്റും ചെയ്തിട്ടുണ്ട്, ഒന്നും പറ്റിയിട്ടില്ല, അങ്ങനെയൊക്കെ ഉള്ള ഒരു സാരിയായിരുന്നു. അടുത്ത കല്യാണത്തിന് ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നല്ലോ, എല്ലാവരുടെ അനുഗ്രഹമൊക്കെ മേടിച്ച് ദക്ഷിണയൊക്കെ വാങ്ങിച്ച് അങ്ങനെ ആ ഒരു പോസ്റ്റിന് വേണ്ടിയിട്ട് കൊടുത്ത ഒരു സാരിയാണ്. നല്ല രസമായിരുന്നേ ഈ സാരിയിൽ ഞാൻ പഫ് വെച്ചൊരു ബ്ലൗസായിരുന്നു ഇട്ടിരുന്നത്. അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു സാരി ആയിരുന്നു. ഇതും ഞാൻ സെറ്റ് സാരിക്ക് പകരമൊക്കെ ഞാൻ ഈ സാരി ഉടുക്കാറുണ്ട്. ഇതും എൻ്റെ കയ്യിലുള്ള ഒരു മറ്റൊരു സാരിയാണ്. ഇതെൻ്റെ മകള് ജനിച്ചപ്പോഴത്തേക്കും നൂലുകെട്ടിന് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ച സാരിയായിരുന്നു, നൂലുകെട്ട് ഞാൻ ഉടുത്ത സാരിയായിരുന്നു. പിന്നെ ഇത് വേറൊരു സ്പെഷ്യൽ സാരിയാണ്. എല്ലാത്തിനും ഓരോ കഥയുണ്ട്, ഓരോ ഒക്കേഷൻ വരുമ്പോഴാണ് സാരീസ് ഞാൻ വാങ്ങിക്കുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് എൻ്റെ വീട് പാല് കാച്ചിയ സമയത്ത് ഞാൻ ഉടുത്തിരുന്ന ഒരു സാരി, സെറ്റ് മുണ്ടാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ സാരിയായിരുന്നു, എനിക്ക് ഫേവറേറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഹൗസ് വാമിങ്ങിൻ്റെ ടൈമിൽ ഉടുത്തതായതുകൊണ്ട് ടൈ ആൻഡ് ഡൈ ചെയ്ത് വരുന്ന ഒരു സാരിയായിരുന്നു അന്നത്തെ ആ ഒരു ട്രെൻഡിങ്ങിൻ്റെ സമയത്ത്. ഇപ്പോഴും ഇത് ഓക്കെയാണ്, അങ്ങനെ ഒരു സാരിയാണ്, പ്യുവർ കോട്ടൺ ആണ്. ഇതൊക്കെ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്, ഒത്തിരി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സാരിയാണ്. എഗെയിൻ ഇത് നമ്മുടെ വാങ്ങിക്കൊണ്ടുവന്ന സാരിയായിരുന്നേ. ഇത് ടിഷ്യൂ ആണ്, ടിഷ്യൂവിൽ വരുന്ന തുളസിക്കതിർ. എന്തോ